കവിത വായിക്കൽ വളരെ കുറവാണ്. കുമാരനാശാന്റെയും വള്ളത്തോളിന്റെയും ഉള്ളൂരിന്റെയും കവിതകൾ വായിച്ചിരുന്നു. ചങ്ങമ്പുഴന്റെ കവിത വായിച്ചിരുന്നു. അതെ, കവിതകള് അത് മാഷന്മാർ പഠിപ്പിച്ചതുകൊണ്ട്. പിന്നെ ചിന്താവിഷ്ടയായ സീത, അതില് സുധർമ്മത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കഥാപ്രസംഗ കലയുടെ 100ാം വാർഷികം 2024 അതെ. ആശാന്റെ 100ാം ചരമവാർഷികമാണ്. കരുണയുടെ 100ാം വാർഷികമാണ്. ഈ വായനാ ദിനത്തിന്റെ പ്രത്യേകതകളിൽ പെടുന്നതാണ്. അതെ, ആശാനൊക്കെ എങ്ങനെയാണ്? ആശാൻ എന്ന് പറഞ്ഞാൽ ചിന്താവിഷ്ടയ സീത വായിച്ചുകൊണ്ട് ആശാന്റെ ആ പ്രാഗൽഭ്യം മനസ്സിലാവുന്നത്. അത് വായിച്ചതല്ല, ശരിക്കും ക്ലാസ്സിൽ പഠിപ്പിച്ചു. സീത ഈ പുതിയ കാലഘട്ടത്തിൽ എഴുതാൻ വേണ്ടി പറ്റൂല. കാരണം അന്നിപ്പം ആശാൻ സൃഷ്ടിച്ചത് ഒരു ഗംഭീര സീതേനെയാണ്, നട്ടലുള്ളൊരു സീതേനെയാണ്. ഇതിപ്പം സീത തന്നെ ചോദിക്കുന്നുണ്ട്. ഇപ്പം നെടുനാൾ വിപിനത്തിൽ വാഴുവാനിടയായത് എൻ്റെ കുറ്റമോ, പടു രാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത്, ഞാൻ പിഴച്ചതോ തുടങ്ങിയ ഗംഭീര ചോദ്യങ്ങൾ രാമനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പറ്റാത്തൊരു കാലമാണ് അത്. അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ കുമാരനാശാന് നല്ല സ്വാതന്ത്ര്യം കിട്ടിയ ഒരു കാലമായിരുന്നു. മറ്റെല്ലാവരെക്കാണെയും ഏറ്റവും അധികം അന്നത്തെ പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം നന്നായിട്ട് അനുഭവിച്ച ആളായിരുന്നു. അത് മാത്രമല്ല, കുമാരനാശാന്റെ എല്ലാ അഗാധമായ പാണ്ഡിത്യം, കൽക്കത്തയിലും പോയി ബാംഗ്ലൂരിലൊക്കെ പോയി പഠിച്ച് വന്ന കുമാരനാശാൻ കേരളത്തിലെ എല്ലാ കാര്യങ്ങളിലും പഠിച്ചത്. അപ്പൊ അത് അഗാധമായ പാണ്ഡിത്യം കുമാരനാശാന്റെ എല്ലാ കവിതകളും തുടിക്കുന്നതൊക്കെയാണ്. ആശാന്റെ ഒരു കവിത വായന അജണ്ടയിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് പോയി. പിന്നെ ഞാൻ വൈലോപ്പള്ളിയിലൊന്നും അങ്ങനെ വായിച്ചു വന്നാൽ കാഷ്വലായിട്ട് വായിച്ചു, സച്ചിദാനന്ദൻ കാഷ്വലായിട്ട് വായിച്ചു വന്നതുകൊണ്ട് എനിക്ക് അതിലൊന്നും നല്ല താല്പര്യം ഉണ്ടായിരുന്നത്. ഒന്നാമത് നോവൽ വായിച്ചാൽ മാത്രമേ മനുഷ്യനെ നവീകരിക്കാൻ സാധിക്കൂ. മനുഷ്യൻ്റെ ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ അത് കുറച്ചുകൂടി നന്നായി കൊണ്ടുപോകാനും അവരെ നവീകരിച്ച് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റാൻ കഴിയുമെന്നും ഞാൻ നോവൽ വായിച്ചോളാണ് കണ്ടെത്തിയത്. അപ്പൊ ആ കണ്ടെത്തൽ നോവൽ സാഹിത്യത്തിൽ ഒരു വായനക്കാരൻ എന്നുള്ള എനിക്ക് ഉണ്ണിയേട്ടൻ കണ്ടെത്തിയ ഈ കാര്യം ജീവിതത്തിൽ എങ്ങനെ അത് കൈവരിക്കാൻ വേണ്ടി കഴിയും? ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എനിക്ക് ജീവിതത്തിൽ പിന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ എനിക്ക് പിന്നെ സാധിച്ചു. ചെറിയ മട്ടിലാണെങ്കിലും എൻ്റെ മനസ്ഥിതിക്ക് അനുസരിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി സാധിച്ചു. കൂടുതൽ മോഹങ്ങളില്ല, മറ്റുള്ള കാര്യങ്ങളിലൊന്നും പിന്നെ നമുക്ക് അത് താല്പര്യമില്ല. ഞാൻ ഏത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ജോലി സ്ഥലത്തായാലും പിന്നെ എല്ലാ ധാർമ്മികത വെച്ച് പുലർത്താൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഒരു അപരോന്മുഖത്വം സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതായത് മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് നമ്മൾ നോവൽ വായിക്കുമ്പോൾ ഓരോ കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. വായന ചെയ്യുന്നത് നമ്മളിൽ നിന്ന് നമ്മളെ തന്നെ മോചിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രക്രിയയാണ് വായന. അതെ, നമ്മളെ തന്നെ സംസ്കരിച്ചെടുക്കാൻ പറ്റുന്ന ഒരിതാണ് വായന. മറ്റുള്ളവരെ കാണാൻ വേണ്ടി പറ്റും, അപരത്വത്തിലേക്ക് നോക്കാൻ വേണ്ടി പറ്റും, നമ്മളെ തന്നെ നോക്കാൻ വേണ്ടി പറ്റും. നമ്മളിങ്ങനെ ഓരോ വായന നടത്തുമ്പോഴും നമ്മളിപ്പം പിന്നെ ലാറ്റിൻ അമേരിക്കൻ നാടുകളിലെ പിന്നെ യോസേന്റെ നോവലും അതുപോലെ തന്നെ മാർക്കേസിന്റെ നോവലൊക്കെ വായിക്കുമ്പോൾ നമ്മളെ നാട്ടിൽ ട്രാവൽ ചെയ്യുകയാണ്. നമ്മൾ ആ നാട്ടിലേക്ക് യാത്ര നടത്തുകയാണ്. നമ്മുടെ മനസ്സിൽ വരും. അവരുടെ നാട്, അവരുടെ സംസ്കാരം നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതെ. പ്രത്യേകിച്ച് മാർക്കേസിന്റെ നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കണ്ടോ എന്ന പിന്നെ സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളീയമായ ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നുന്നു. ഏകാന്തതയുടെ 100 വർഷങ്ങൾ മക്കണ്ടോ എന്ന ഗ്രാമത്തിൽ വെച്ച് ഉണ്ടാക്കിയ ഒരു ക്രിയേഷൻ ഉണ്ടാക്കിയ ഒരു ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന കഥയാണത്, 100 വർഷത്തിന്റെ. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമ്മളെ കേരളീയമായ അന്തരീക്ഷം അതിൽ പിന്നെ കാണാം. അതുകൊണ്ട് തന്നെ അത് വായിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകത അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പം സമകാലികമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നോവൽ സാഹിത്യത്തിലെ നോവൽ എഴുത്തുകാർ എന്നുള്ള നിലക്ക് ആരെയാണ് കാണുന്നത്? കേരള എഴുത്തുകാരൻ, മലയാളം നോവൽ എഴുത്തുകാരിൽ ഏറ്റവും പ്രിയപ്പെട്ട അങ്ങനെ എന്തെങ്കിലും? പ്രിയപ്പെട്ട എഴുത്തുകാരനുണ്ട് എനിക്ക്. ഒന്ന് പിന്നെ എൻ പ്രഭാകരന്റെ നോവൽ എന്ന് പറഞ്ഞാൽ OV വിജയന്റെ നോവൽ പോലെയാണ്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം, അതിന്റെ ഡെപ്തിലേക്ക് നമുക്ക് പോയാൽ മാത്രമേ അതിന്റെ താഴവും പരപ്പും നമുക്ക് മനസ്സിലാവുള്ളൂ.
അതുണ്ടാക്കുന്ന ഒരു ചൈതന്യമുണ്ട്, അറിവിൻ്റെ ഒരു ചൈതന്യം. ആ ചൈതന്യം ശരിയായ സംഭരിക്കുന്നത് എൻ പ്രഭാകരൻ്റെ നോവലുകളിലും കഥകളിലുമാണ്. അപ്പോൾ എൻ പ്രഭാകരൻ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. അതുപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സി വി ബാലകൃഷ്ണൻ. അവരെ കമ്പയർ ചെയ്യാനല്ല പറഞ്ഞത്, നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള നോവലിസ്റ്റ് സി വി ബാലകൃഷ്ണൻ നോവലും എൻ പ്രഭാകരൻ നോവലും കമ്പയർ ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ രണ്ട് തലത്തിലാണ് പുസ്തകങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. ഒരാൾ അയാളെക്കാളും വലുതും അങ്ങനെ ചെറുതല്ല, രണ്ടുപേരും ഒരേ രീതിയിൽ നന്നായിട്ട് മുന്നേറുന്നത്. ഒരാൾ കഥകളൊക്കെ നോവലുകളൊക്കെ വളരെ ഇഷ്ടവും വളരെ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ വിഷമമുള്ളതും, മറ്റേ കുറച്ചുകൂടി ലളിതമായിട്ടുള്ള രീതിയിലുള്ള ആവിഷ്കാരങ്ങളാണ് അതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഓരോരോ പ്രകൃതം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും എഴുത്തിന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് മാറുമ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ പ്രകടമാവും. പക്ഷെ എസ്.കെ. പോറ്റക്കാരനെ എന്നെ പിടിച്ചു കുലിക്കാൻ മാതിരി കേരളത്തിൽ ആരും പിടിച്ചു കുലുക്കിയിട്ടില്ല. അയാളെ ദേശത്തിന്റെ കഥയും നോവൽ വായനാ രംഗത്തേക്ക് ശരിക്ക് പ്രചോദിപ്പിച്ചത് എസ്.കെ. പൊറ്റക്കാരന്റെ കൂടെ ക്വാളിറ്റി ഓഫ് റീഡിങ്ങിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നന്നായിട്ടില്ല. നോവൽ സാഹിത്യത്തിലേക്ക് ആ വായനാ സാഹിത്യത്തിലേക്ക് എത്തിച്ചത് എസ്.കെ. പൊറ്റക്കാടാണ്. പിന്നെ ചെറുകഥയിൽ ഏറ്റവും അധികം വായിച്ച ബഷീറാണ്. ബഷീറിനമായി എഴുതാൻ ഇന്നുവരെ ആർക്കും സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതുപോലെ ഒരു കുറച്ചെങ്കിലും നന്നായിട്ട് എഴുതുന്ന പുലത്തക്കുഞ്ഞ് അബ്ദുള്ള മാത്രമേ ഉള്ളൂ. ബഷീറിന്റെ കഥകൾ പറഞ്ഞാൽ നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും വളരെ കാച്ചിക്കുറിക്കിയ കഥകൾ പറഞ്ഞാൽ കാച്ചിക്കുറിക്കിയ കൊല്ലേണ്ട അടുത്ത് കൊള്ളുന്ന രീതിയിലുള്ള കഥകളാണ്. ആ കഥകളെ പറ്റി വിസ്തരിച്ച് പറയാൻ നമുക്ക് സമയമില്ലല്ലോ. അതല്ല, ഇപ്പം ബഷീറിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കഥയും ഏറ്റവും അവസാനം ബഷീറിന്റെ ഒരു പ്രത്യേകത, ഒരു വായനക്കാർക്ക് വായിക്കുന്നതിന് വേണ്ടി ഏറ്റവും കാച്ചിക്കുറുക്കുക. ഇതാണ് ബഷീറിന്റെ ഒരു പ്രത്യേകത. ഒരു വിപുലമായിട്ടുള്ളൊരു വായന എഴുത്തല്ല, ഏറ്റവും ചെറിയ രീതിയിൽ എങ്ങനെയാണ് വലിയ മാനത്തിലേക്ക് വലിയ കാര്യങ്ങൾ. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ബഷീറിന് ഇഷ്ടപ്പെടാത്ത ഒരു വായനക്കാരൻ ഉണ്ടാവും തോന്നുന്നില്ല. ഇല്ല, ആരും ഉണ്ടാവില്ല. വായനക്കാരനാണെങ്കിൽ ബഷീറിനെ കൊണ്ടേ പോകാൻ കഴിയും, ഇഷ്ടപ്പെട്ടിരിക്കും. ഈ പുതിയ ഇപ്പം വായന നമ്മുടെ എല്ലാം കോവിഡ് കാലഘട്ടത്തിലെല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് ഈ വായന തന്നെയാണ്. വായന കൂട്ടില്ലാത്തവർക്ക് കൂട്ട് എന്ന് പറയാം. നമുക്ക് പുതിയ ഈ സമൂഹത്തിലേക്ക് ഒരു വായനക്കാരൻ എന്നുള്ള നിലക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സന്ദേശം എന്നാണ് ഇപ്പോഴും അതായത് വായനയിലേക്ക് വായന കുറയുന്നു എന്ന് ചില മേഖലയിൽ നിന്ന് പറയുന്നുണ്ട്. അതെല്ലാം രണ്ടാമത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പുതിയ ഒരു കാലത്ത് പുതിയ തലമുറക്ക് ഒരു വായനക്കാരൻ എന്നുള്ള നിലക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സന്ദേശം എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം വായന കുറയുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വായന കുറയുന്നില്ല. അല്ല, വായന കുറയുന്നില്ല. വായനശാലയിൽ പോയിട്ട് മേഖലയിൽ നിന്നും ഉള്ള ഒരു ചർച്ചയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചിലവർ പറയുന്നു വായന കുറയുന്നു, അത് രണ്ടാമത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. എനിവേ, ഈ പുതിയ തലമുറയിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സന്ദേശം, പുതിയ ഒരു തലമുറ ചിലപ്പോൾ ഇതിനോട് പുറന്നിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് ഈ പുതിയ ഒരു അന്തരീക്ഷത്തിൽ ഇവിടുത്തെ ടെലിവിഷനും മൊബൈലും വന്നതിന് ശേഷം ആളുകൾ മെനക്കെടാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അവർക്ക് ആവശ്യമായ വിവരങ്ങൾ യൂട്യൂബ് നോക്കിയിട്ടും ഫേസ്ബുക്ക് നോക്കിയിട്ടും കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി സമയം കളയുന്നത് കൊണ്ട് പുസ്തക വായനയിൽ കേന്ദ്രീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പക്ഷെ എന്നാലും അവരൊക്കെ വളരെ അറിവുകൾ നന്നായിട്ട് അവരുടെ അറിവുകളുള്ളവർ ധാരാളമുണ്ട്. പിന്നെ പുസ്തകം വായിക്കുന്നവർക്ക് പുസ്തകം വാങ്ങി വായിക്കാത്തൊരു കിൻഡിൽ എന്നൊരു രീതിയിലെ പുസ്തക വായന പരിശീലിപ്പിച്ചവരും ധാരാളമുണ്ട്. ഈ റീഡിങ്ങിലൊക്കെ ഉണ്ട്. അതെ അതെ, കേവലം പുസ്തകം തന്നെ വേണമെന്നില്ല, അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അതെ അതെ, അവർക്ക് വായന ഇനി വായനയോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു തലമുറയുണ്ടല്ലോ, അവർക്ക് കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും സന്ദേശമുണ്ടോ? വായനയെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ വായന നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ മസ്തിഷ്കത്ത പ്രവർത്തനത്തിന് അത് കൂടുതൽ ഊർജ്ജസ്വലത നൽകുന്നതായിട്ട് അടുത്തയിടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളിൽ
കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എക്സാമ്പിൾ. കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ നടത്തുന്ന ആ മോണ്ടി ക്രിസ്റ്റോ പ്രഭു നടത്തുന്ന പിന്നെ ഓരോ ചലനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഭയങ്കരമായിട്ടുള്ള ഉത്തേജനങ്ങൾ ഉണ്ടാവും. ഉത്തേജനങ്ങൾ ഉണ്ടാകുമ്പോൾ മസ്തിഷ്ക പ്രവർത്തനം ഉത്തേജിതമാവുകയും അത് നമ്മുടെ നാഡീ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് അടുത്തിടെ ദേശാഭിമാനി വാരികയിൽ ഒരാൾ എഴുതിയ ലേഖനത്തിൽ ഞാൻ വായിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ഓർമ്മശക്തി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ ഊർജിതപ്പെടുത്താനും നമുക്ക് ശാസ്ത്രീയമായി വായന ഉപകരിക്കുന്നുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ ഉള്ളത്. അത് അനുഭവം എന്നുള്ളവർക്ക് ശരി. അതെ, അത് എനിക്ക് വലിയ മറവിയൊന്നും വലിയ വരാത്തതിന്റെ കാരണം ഞാൻ വിചാരിക്കുന്നത് വായനയാണ് നിലനിർത്തുന്നത്. വായനയാണെന്നാണ് ഞാൻ സഹായിക്കുന്നത് മനസ്സിലാക്കുന്നത്. താങ്ക് യു. തീർച്ചയായിട്ടും മലയാള സംസ്കാരം അല്ലെങ്കിൽ മലയാളി സമൂഹം മുന്നോട്ട് പോയത് കേരളീയ നവോത്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൻ്റെ ഒരു ചരിത്ര പുരോഗതി ആരംഭിക്കുന്നത്. ഗ്രന്ഥശാല പ്രസ്ഥാനവും ഒരു വായനയൊക്കെ ഗൗരവമായി മലയാളി സ്വാംശീകരിച്ചത് കേരളീയ നവോത്ഥാനം മുതലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ രീതിയിൽ തന്നെ ആണ് കേരളം മുന്നോട്ട് പോയത്. അപ്പോൾ ഏറ്റവും 2024 നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ 2024 എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ വായന സമൂഹം എന്നുള്ള നിലക്ക് അവർക്ക് നമുക്കൊരു സന്ദേശം തീർച്ചയായിട്ടും നൽകണം. എല്ലാവർക്കും, വായിക്കാത്തവർക്കും വായനക്കാർക്കുമായിട്ട് പി.എൻ. പണിക്കരുടെ ചരമദിനമായിട്ട് വായനാ ദിനത്തിൽ ഒരു വായനക്കാരൻ എന്നുള്ള നിലക്കുള്ള ഒരു സന്ദേശം കൂടെ പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. സന്ദേശം എന്ത് വായിക്കണം അത് നിങ്ങളെ ഇതുവരെ വായന തുടങ്ങാത്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വായനയിലേക്ക് കാലെടുത്ത് വെച്ചവരുണ്ടാവും. അവർക്ക് എന്ത് കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണ്, കുട്ടികളാണല്ലോ നമ്മളെ ആദ്യത്തെ പറയേണ്ടത്. കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ ബാലസാഹിത്യങ്ങളെ വായിച്ചുകൊണ്ട് അവർ ആരംഭിക്കണം. അത് അവർക്ക് വായനയിൽ താല്പര്യം ഉണർത്തും. അത് കഴിഞ്ഞ് അവർ സ്റ്റെപ്പായിട്ട് പിന്നെ അവർ തന്നെ അത് ആക്സസ് ചെയ്തോളൂ, ഏതാണ് എനിക്ക് വായിക്കേണ്ടതെന്നുള്ള രീതിയിലേക്ക് താല്പര്യം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പോകും. അങ്ങനെ താല്പര്യം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ദൂഷിച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവർക്ക് താല്പര്യം കുറയും. അപ്പോൾ അത് ചിന്തിക്കാനോ മറ്റ് മാറിയിട്ട് സാംസ്കാരികമായ ഒരു ഉത്തേജനം അതുമൂലം സംഭവിക്കും. അതുകൊണ്ട് അതിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികളായ തലമുറയും വരുന്ന തലമുറ വായന സഹായിക്കും. മാത്രമല്ല ഈ ഗ്രന്ഥശാല സംഘങ്ങൾ മുഴുവൻ തന്നെ പുസ്തകങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും അത് വേണ്ടത്ര ഉപയോഗിക്കാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ മുഴുവൻ ഇന്നിപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ക്ലാസ് ഫാമിലിയാണ് മുഴുവനുള്ളത്. പണ്ടത്തെ മാതിരി ദാരിദ്ര്യം ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ കഴിവുള്ള ആൾക്കാരുടെ പുസ്തകം വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ട് വായിക്കുകയും ചെയ്യുന്നത്. വായനശാലയിലെ പ്രവർത്തനം അതുമൂലം പുസ്തകം എടുക്കുന്ന പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ വായന നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കൊല്ലം DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്നതും മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നതും ചിന്താ പബ്ലിഷ് അത്രത്തോളം പുസ്തകങ്ങൾ അത്രത്തോളം ചെലവാകുന്നുമുണ്ട്. അത് മുഴുവനും വായിക്കപ്പെടുന്നുമുണ്ട്. വായന ചുരുങ്ങുന്നു എന്നുള്ള എനിക്കില്ല, അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലാണ്ട് യഥാർത്ഥ വസ്തുത വായന ചുരുങ്ങുന്നു എന്നുള്ളത് യോജിക്കാനൊന്നാവില്ല. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യങ്ങളാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ വായനാ ദിനം പി.എൻ. പണിക്കർ കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയുടെ, കേരളത്തിൻ്റെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മനുഷ്യൻ്റെ ചരമദിനം 1995 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. 96 മുതൽ വായനാ ദിനമായി നമ്മൾ ആചരിച്ചു. ഏറ്റവും അടുത്ത ഘട്ടത്തിലായിട്ട് ഒരു വായനാ പക്ഷാചരണം പി.എൻ. പണിക്കരുടെ ചരമദിനം തൊട്ട് IV ദാസ് മാഷയുടെ ജന്മദിനം വരെ ജൂലൈ 7 വരെയുള്ള ഘട്ടത്തിൽ ഉള്ളൊരു വലിയ വായനാ പക്ഷാചരണമായിട്ട് കേരളത്തിൻ്റെ ജനത, കേരളത്തിൻ്റെ താലൂക്കിലെ കേരളത്തിൻ്റെ ലൈബ്രറി കൗൺസിൽ, ഒപ്പം തന്നെ കേരള ഗവൺമെൻറ് ഒക്കെ ആചരിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് അതിഥിയായി എത്തിയത് ശ്രീ ഉണ്ണികൃഷ്ണനാണ്. നന്ദി ശ്രീ ഉണ്ണികൃഷ്ണൻ. നന്ദി. താങ്ക് യു.